നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ ആലത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ രാവിലെയുണ്ടായ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരകൗശല ഉൽപ്പന്ന നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. ആലത്തൂർ തുരുത്തുപറമ്പ് 3 സെന്റ് നഗറിലെ കോരത്ത് വളപ്പിൽ ശോഭനയുടെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വലിയ ശബ്ദത്തോടെ വീടിന്റെ മുൻഭാഗം തകർന്ന് നിലം പതിച്ചത്. ഈ സമയത്ത് വീടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ രാവിലെയുണ്ടായ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തൻചിറയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തൻചിറയിലെ പോട്ടക്കാരൻ രാമായി വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും 1 ലോഡ് മെറ്റലും കനത്ത മഴവെള്ളത്തിൽ കുത്തിയൊലിച്ചുപോയി. രാവിലെ പെട്ടെന്നാണ് ഈ ഭാഗത്ത് വീടുകളുടെ ചുറ്റും വെള്ളം ഉയർന്നത്. വീടുകളുടെ തറനിരപ്പ് വരെ ഉയർന്നെങ്കിലും പിന്നീട് വെള്ളം ഇറങ്ങി. പ്രളയകാലത്ത് പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ദേശീയപാതയിലെ കാന നിർമ്മാണത്തിലെ അപാകതയാണ് ഈ പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ പെയ്ത മഴയിൽ ദേശീയപാതയിലെ കാനയിൽ കൂടി വന്ന വെള്ളം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇരച്ചു കയറുകയായിരുന്നു. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിട്ട് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. 2 ആഴ്ച മുൻപും ഇവിടെ സമാന രീതിയിൽ വെള്ളം കയറിയിരുന്നു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ശക്തമായ മഴയിൽ ദേശീയപാത മുരിങ്ങൂർ അടിപ്പാതയിൽ വെള്ളം കയറി. ചൊവ്വാഴ്ച രാവിലെയാണ് അടിപ്പാതയിലും സർവീസ് റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഉച്ചയോടെ മഴയുടെ ശക്തി കുറഞ്ഞതോടെ വെള്ളക്കെട്ടിന് ശമനമായി. അടിപ്പാതയ്ക്ക് സമീപമുള്ള അഴുക്കുചാലിൽ പുല്ലും മറ്റ് മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരകൗശല ഉൽപ്പന്ന നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ശില്പി VK രാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പാൾ KP ലിയോ, ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, അധ്യാപകരായ ടെസ്സി M മൈക്കിൾ, B ബിജു, സംഗീത ചന്ദ്രൻ, ഹാൻഡിക്രാഫ്റ്റ് സെന്റർ അക്കൗണ്ടന്റ് KG വിനോദൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനവും വിപണനവും മേളയുടെ ഭാഗമായി നടക്കും. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗത്തിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, കൊടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, മിനി ഡെന്നി, സതി സുധീർ, ചാലക്കുടി AEO നിഷ PB, ചേർപ്പ് AEO സുനിൽകുമാർ MB, BRC കോർഡിനേറ്റർ അനൂപ് TR, LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ്, പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് VB, KSCB, LSGD, PWD എഞ്ചിനീയർമാർ, വിവിധ സ്കൂൾ പ്രിൻസിപ്പാൾമാർ, പ്രധാന അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA, MPTA പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ നമ്മൾ ഗ്രൗണ്ട് പണിയാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അവർ ഭൂമി വിടുതലാണെങ്കിൽ ഭൂമി നമുക്കൂട്ടി തന്ന കാര്യമില്ല, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപ നമ്മളവിടെ അനുവദിക്കണം എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് അവരും സഹകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കേരള യൂണിവേഴ്സിറ്റി നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടി കൊടകര സ്വദേശിനി. കൊടകര വല്ലപ്പാടി കേശവനഗർ സ്വദേശിനിയായ VS അഞ്ജലിയാണ് 1ാം റാങ്ക് നേടിയത്. വല്ലപ്പാടി വൈലക്കട സത്യൻ്റെയും ഷിജിയുടെയും മകളാണ്. കൊടകര വഴിയമ്പലം ചെറുവർമേൽ ആകാശിൻ്റെ ഭാര്യയുമാണ്. പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെൻ്ററിലെ വിദ്യാർത്ഥിനിയായിരുന്നു. വീരൻകുടി അരേക്കാപ്പ് ഉന്നതികളിലെ ആദിവാസികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി നിഷേധിച്ച ചാലക്കുടി DFO നീതി പാലിക്കുക, മാരാങ്കോട് അനുവദിച്ച ഭൂമി പതിച്ചു നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ആദിവാസി ക്ഷേമ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, അതിരപ്പള്ളി CPM ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. നീതി പാലിക്കുക, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഇത് നടന്നില്ലാത്ത പക്ഷം ഞങ്ങൾ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഞങ്ങൾക്ക് മരണത്തോട് പേടിയില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മരണപ്പെടുത്തുമ്പോൾ നമ്മുടെ കൺമുന്നിലിട്ട് പുലി പിടിച്ചു, കാട്ടാനെ ചവിട്ടി കൊന്നു, ഇങ്ങനെ കൊല്ലുമ്പോൾ ആരാണ് സഹിക്കുക? ആർക്കും സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ആ മൂപ്പനെ നോക്കുക, നിങ്ങൾ എന്തുമാത്രം പ്രായമുള്ള ആൾക്കാരാണ്. ആ മല ഇറങ്ങി ആ തേയിലക്കാട്ടിൽ ഇടയ്ക്കൂടെ ഇറങ്ങി അങ്ങോട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ വീടുകൾ ുള്ള ഭൂമിയുടെ തത്തുല്യമായ അളവിലുള്ള ഭൂമി മാരാങ്കോട് നമ്മുടെ PW റോഡിൻ്റെ സൈഡിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയോഗിച്ച പ്രകാരം സംസ്ഥാന മോണിറ്ററിംഗ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി ഇവർക്ക് ഭൂമി. ചാലക്കുടി പുഴയിലെ അണക്കെട്ടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ നിറച്ചു നിർത്തുന്നതിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പ്രതിഷേധം രേഖപ്പെടുത്തി. ജലജാഗ്രതാ സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചാലക്കുടി KSCB ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഷോളയാറിലും തമിഴ്നാടിന്റെ കൈവശമുള്ള പറമ്പിക്കുളം, തമിഴ്നാട് ഷോളയാർ അണക്കെട്ടുകളിലും പ്രളയ നിയന്ത്രണത്തിന് ഉതകുന്ന വിധത്തിൽ റൂൾ കർവ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, സിന്ധു ലോജു, സൂസി സുനിൽ, മേരി നളൻ, തോമസ് മാളിയേക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ്, ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ചാലക്കുടി ടൗൺ മസ്ജിദ് ഇമാം ഹുസൈൻ വാഖഫി, ഡോക്ടർ രാധാരമണൻ, പ്രൊഫസർ കുസുമം ജോസഫ്, കലാഭവൻ ജയൻ, അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ഡെന്നിസ് K. ആന്റണി, PK കിട്ടൻ, ജയൻ ജോസഫ് പട്ടത്ത്, KB മുരളീധരൻ, ഇന്ദിര വാര്യർ, സുരേഷ് മുട്ടത്തി, ബിൻസി അരീക്കാടൻ, വിനീത ചോലയാർ, M. മോഹൻദാസ്, SP രവി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചാലക്കുടി സമീപ പ്രദേശങ്ങളുമൊക്കെ പ്രളയ രീതിയിൽ ആയി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 2018 ശേഷം എല്ലാ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ചാലക്കുടിയുടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് ഡാമുകളുള്ള പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ SP രവിചേട്ടൻ, ടീച്ചർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വളരെ ആശങ്കയുള്ള ഒരു സന്ദർഭം വീണ്ടും ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരു വർഷക്കാലത്ത് നമുക്ക് ഒത്തുചേരേണ്ട ഒരു സാഹചര്യം ഇന്ന് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും അതുപോലെ തന്നെ അതിനേക്കാൾ അഭിമാനത്തോടു കൂടി ചാലക്കുടി പുഴ നമ്മുടെയൊക്കെ
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, സാഹിത്യകാരനും നിരൂപകനുമായ പ്രൊഫസർ MK സാനു, നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ നവാസ് എന്നിവരെ അനുസ്മരിച്ച് ചാലക്കുടി സാംസ്കാരിക സംഘടനയായ നടുമുറ്റം സാംസ്കാരിക വേദി പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TP രാജൻ, കവി വാസുദേവൻ പനമ്പിള്ളി, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, രാജു വെട്ടിയാട്ടിൽ, ഔസേപ്പ് മേലേപ്പുറം, CK ബാബു എന്നിവർ പ്രസംഗിച്ചു. എഴുത്തുകാരനും അധ്യാപകനും സർവോപരി മാനുഷിക മൂല്യങ്ങളുടെ നിറകുടവുമായ ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രൊഫസർ MK സാനു എന്ന് എല്ലാവരും വിളിക്കുന്ന സാനുമൺ. അദ്ദേഹം ഒരു പ്രാസംഗികൻ എന്നതിലുപരി നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു മുദ്രാവാക്യം കിട്ടും. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, അമ്മമാരുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞു പോലും ഏറ്റുപാടിയ ആ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9370 രൂപ, പവന് 74,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ ആലത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറയിൽ രാവിലെയുണ്ടായ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. ശക്തമായ മഴയിൽ മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരകൗശല ഉൽപ്പന്ന നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി KK രാമചന്ദ്രൻ MLA യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.